സഹോദരങ്ങളെ, ഒരു ചോദ്യമാണ്. ഖുത്ബ നടക്കുന്ന സന്ദർഭത്തിൽ സംസാരിക്കുകയും മൊബൈൽ ഉപയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ വിധിയാണ് ചോദിച്ചിട്ടുള്ളത്. ജുമാ ദിനം ആഴ്ചയിൽ ഏറ്റവും പുണ്യമുള്ള ദിനമാണ്. എത്രയും നേരത്തെ പള്ളിയിലേക്ക് എത്തുകയും നമസ്കാരവും ഖുർആൻ പാരായണവും പുണ്യകർമ്മങ്ങളും നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കുവാനുള്ള ഒരു ദിനമാണ് വെള്ളിയാഴ്ച. ഖതീബ് മിമ്പറിൽ കയറിക്കഴിഞ്ഞാൽ തീർത്തും നിശബ്ദതയായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ച ഒരു സന്ദർഭമാണത്. ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുകയാണ് ഖതീബ്. ആ സന്ദർഭം നിശബ്ദമായിരിക്കണം. ഒരാൾ സംസാരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കരുത് എന്ന് പറയാൻ പോലും പാടില്ല. ഇദാ ഖുൽത ലി സാഹിബിക അൻസിത്, സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയോട് നീ പറഞ്ഞു അൻസിത്, മൗനം പാലിക്കൂ, സംസാരിക്കല്ല എന്ന് പറഞ്ഞാൽ ഫഖദ് ലഗാ, ഈ പറഞ്ഞവരും പാപം ചെയ്തു. അത്ര ഗൗരവമാണ് ഖുത്ബയുടെ സമയത്ത് സംസാരിക്കുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സന്ദർഭത്തിൽ സംസാരിക്കുക, മൊബൈൽ ഉപയോഗിക്കുക എന്നതൊക്കെ വലിയ തെറ്റാണ്. സ്വയം തെറ്റുകാരനാവുക മാത്രമല്ല, മറ്റുള്ളവർക്ക് അയാൾ ശല്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മറിച്ച് ഖുത്ബയുടെ സന്ദർഭം ശ്രദ്ധാപൂർവം അത് കേൾക്കണം. ഇൻസാത്ത്, മൗനം പാലിക്കണം. ഇസ്തിമാ, ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണം. ഇത് രണ്ടും കൽപ്പിക്കപ്പെട്ട സന്ദർഭമാണ് ഖുത്ബയുടെ അവസരം. ഖുത്ബയുടെ സമയത്ത് ഒരാൾക്ക് തുമ്മിയാൽ അവൻ കേൾക്കുന്ന രൂപത്തിലല്ലാതെ അൽഹംദുലില്ലാ പോലും പറയരുത്. ഖുത്ബയുടെ സമയത്ത് പള്ളിയിലേക്ക് വരുന്ന ഒരാൾക്ക് സലാം പറയാൻ അനുവാദമില്ല. എത്രത്തോളമാണത് പഠിപ്പിച്ചത്? അത്ര നിശബ്ദമായിട്ടായിരിക്കണം ഖുത്ബയുടെ സന്ദർഭം. ആ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തുന്ന ഒരു പ്രവർത്തനവും പാടില്ല. അതുകൊണ്ട് തന്നെ ഖുത്ബയുടെ സന്ദർഭത്തിൽ മൊബൈൽ ഉപയോഗിക്കരുത്, സംസാരിക്കരുത്. സംസാരിക്കുന്ന ആളുകളോട് സംസാരത്തിലൂടെ സംസാരിക്കരുത് എന്ന് പറയരുത്. കൈകൊണ്ട് ആംഗ്യം കാണിക്കുക മാത്രമേ ചെയ്യാവൂ. ഖതീബ് ദുആ ചെയ്യുമ്പോൾ അതിന് ആമീൻ പറയാം, അതും ശബ്ദമുയർത്തിക്കൊണ്ടാവരുത്. അത്രത്തോളം നിശബ്ദത പാലിക്കേണ്ട സന്ദർഭമാണ് ഖുത്ബയുടെ അവസരം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന് വന്ന പതനത്തിൻ്റെ ഒരു ഭാഗമാണ് ഏത് സമയത്തും മൊബൈൽ കയ്യിൽ. എവിടെ ഇരുന്നാലും പഴയ കാലത്തെ കാരണവർമാന് വെറ്റിലക്ക് 100 തേക്കുന്നത് പോലെ ഇത് തേച്ചുകൊണ്ടേയിരിക്കും. ഏത് സന്ദർഭത്തിലും അങ്ങനെയാണ്. ഇഖാമത്ത് വിളിച്ചാലേ അത് പോക്കറ്റിലേ വെക്കുകയുള്ളൂ. ആ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ പതനമുണ്ട്. അതാണ് പള്ളിക്ക് മുകളിൽ ഈ സംസാരം നടക്കുന്നു, മൊബൈൽ നോക്കിയിരിക്കുന്നു, ഖതീബ് ഖുത്ബ പറയുന്നു എന്ന ചോദ്യത്തിൻ്റെ കാരണം. വളരെ നമ്മൾ അധപ്പതിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പള്ളികൾ മഹത്തായ ആ സന്ദർഭം ഇസ്ലാമിൻ്റെ ഉത്ബോധനം കേൾക്കുവാൻ വേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളൊരു മഹത്തായ സന്ദർഭമാണ്. എത്ര മനോഹരമാണ് ഇസ്ലാമിൻ്റെ സംവിധാനം. വെള്ളിയാഴ്ച ദിനം നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ഉപയോഗിച്ച് ഭക്തിയോടുകൂടെയാണ് പള്ളിയിലേക്ക് പുറപ്പെടുന്നത്. എല്ലാം പുണ്യകർമ്മങ്ങളാണ്. കുളിക്കുന്നതിന് പുണ്യമുണ്ട്, സുഗന്ധം ഉപയോഗിക്കുന്നതിന് പുണ്യമുണ്ട്, ഓരോ കാലടികളും നടന്നു വരുമ്പോൾ അതിന് പുണ്യമുണ്ട്. പള്ളിയിലേക്ക് വന്ന് സുമ്മ യുസല്ലി മാ കുത്തിബ ലഹു, അവന് നിശ്ചയിക്കപ്പെട്ടത് എന്താണോ അത്രയും അവൻ നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് പടച്ചവനുള്ള
ഇബാദത്തുകളിലായി മുഴുകുന്നു. ഖത്തീബ് മിമ്പറിൽ കയറുമ്പോൾ ഭക്തിപൂർവ്വം ആ ഉപദേശം കേൾക്കുന്നു. ഉപദേശം കേട്ട് പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഭക്തമായ ഒരു സാഹചര്യത്തിലാണ് നമസ്കാരം ആരംഭിക്കുന്നത്. ഇത് എല്ലാ ആഴ്ചയിലും ഒരു ദിനം ഇങ്ങനെ സംവിധാനിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ഉയർച്ചയും ആത്മീയത വളർച്ചയുമാണ് ഉദ്ദേശിക്കുന്നത്. ആ ജുമാ നമസ്കാരം നിർവഹിച്ച് തിരിച്ചു പോകുമ്പോൾ അടുത്ത ഒരു വെള്ളിയാഴ്ച വരേക്കുമുള്ള ചെറിയ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്നു. ഈ ദജുദ്ദുനിബത്തിൽ ഖബായിർ, വലിയ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ ഒരു ജുമയുടെയും വബൈനൽ ജുമാഅത്തിൽ ഉഖ്റ, മറ്റൊരു ജുമയുടെയും ഇടയിലുള്ള പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നു. എത്ര മഹത്തരമാണ്, എത്ര പുണ്യമാണ്, എത്ര മനോഹരമായൊരു സംവിധാനമാണ്. ആ സംവിധാനത്തെ തകർക്കുന്ന പ്രവൃത്തിയാണ് ഖുത്ബ നടക്കുമ്പോൾ ശബ്ദിക്കുന്നു, മൊബൈൽ നോക്കുന്നു, സംസാരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ചെറിയൊരു ദ്രോഹമല്ല അവൻ ചെയ്യുന്നത്, വലിയ ഗൗരവമുള്ള കുറ്റമാണ് ചെയ്യുന്നത്. ആ ഒരു ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുകയും അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു പുറത്തു തരുമാറാകട്ടെ.